എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ചങ്ങമ്പുഴ എന്ന കവിയെ പറ്റിയാണ്. 2005 ജൂൺ മാസത്തിൽ കേരള കൗമുദി എന്ന പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. എൻ്റെ അച്ഛൻ അത് വായിച്ചിട്ട് ആ പേപ്പർ കട്ടിങ് എനിക്ക് കൊണ്ടു തന്നു. എനിക്കും അത് ഇഷ്ടപ്പെട്ടു. ആ കട്ടിങ് ഞാൻ എൻ്റെ ശേഖരത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. അത് നിങ്ങളുമായിട്ട് ഞാനിന്ന് പങ്കിടുകയാണ്. കെടാതെ സൂക്ഷിക്കുന്ന ഓർമ്മകൾ ദീപ്തം എന്നാണ് അതിൻ്റെ ഹെഡിങ്. സ്ത്രീകളുടെ മനസ്സിൽ ധാരാളം അറകളുണ്ടെന്നും അതിൽ കെടാതെ സൂക്ഷിക്കുന്ന ഓർമ്മകൾ ദീപ്തമാണെന്നും പറയുന്നു. 88-ാം വയസ്സിൽ രാജലക്ഷ്മി അമ്മ സധൈര്യം തുറന്നു പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് രാജലക്ഷ്മി അമ്മയെ ചങ്ങമ്പുഴ സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം. രാജലക്ഷ്മി അമ്മ ചങ്ങമ്പുഴയുടെ സീനിയറായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജിലെ ബ്യൂട്ടിയുമായിരുന്നു. ചങ്ങമ്പുഴയുടെ കൂട്ടുകാർക്കൊക്കെ ഈ രഹസ്യം അറിയാം. രഹസ്യമായിട്ടുള്ള സദസ്സിൽ മാത്രമേ ഇത് അവതരിപ്പിച്ചിട്ടുള്ളൂ താനും. പ്രൊഫസർ ഗുപ്തൻ നായർ സാറ്, തിക്കുറിശി, TN ഗോപിനാഥൻ നായർ, ചങ്ങമ്പുഴയുടെ തന്നെ ഒരു ഉറ്റമിത്രമായ ഇഗ്നേഷ്യസ്, ഇവർക്കെല്ലാം ഇതറിയാമായിരുന്നു. പനവിള ജംഗ്ഷനിലുള്ള ലോഡ്ജിൻ്റെ അപ്സ്റ്റെയറിൽ വെച്ചാണ് ഉദ്യാനലക്ഷ്മി എന്ന കവിത എഴുതിയിരുന്നത്. അത് രാജലക്ഷ്മിയെക്കുറിച്ചായിരുന്നു. അതിൽ ഒരു വരി ഇങ്ങനെയാണ്: ജീവിതം മധുരതരമായി കാണാവുന്ന സൗന്ദര്യ ദർശനം. ആ സൗന്ദര്യ ദർശനം രാജലക്ഷ്മിയെക്കുറിച്ച് തന്നെയായിരുന്നു. അത്രയ്ക്ക് ബ്യൂട്ടിയായിരുന്നു അവർ. എന്നും കുതിരവണ്ടിയിലായിരുന്നു അവർ വന്നിരുന്നത്. കൂടെ ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് രാജലക്ഷ്മി അമ്മയുടെ വിവാഹം കഴിഞ്ഞു. അത് ചങ്ങമ്പുഴ അറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കൂട്ടുകാരനായ ഒരു പാരഡി ഗാനം എഴുതുന്ന നാരായണപിള്ള എന്നയാളാണ് അത് ചങ്ങമ്പുഴയെ അറിയിച്ചത്. ഒരു പാരഡി ഗാനത്തിൽ കൂടെയാണ് അത് അറിയിച്ചത്. നീ ഇനിയും ഭജിക്കേണ്ട, നിൻ്റെ വനകുസുമം ഒരു നഗരസൗധത്തിലായി, ഒരു പരമഭാഗ്യവാൻ പാണിഗ്രഹോത്സവം പരിചൊട് നടത്തി ഉദ്യാനലക്ഷ്മിയെ കൊണ്ടുപോയി എന്നായിരുന്നു ആ പാരഡി ഗാനം. ചങ്ങമ്പുഴയ്ക്ക് രാജലക്ഷ്മി അമ്മ ഇഷ്ടമായിരുന്നു എന്നുള്ളത് കുറേ കഴിഞ്ഞാണ് രാജലക്ഷ്മി അമ്മ അറിയാനിടയായത്. ഗുപ്തൻ നായർ സാറ് അദ്ദേഹത്തിൻ്റെ മനസാസ്മരാമി എന്ന ആത്മകഥയിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതോ ഒരു മാസികയിൽ ഖണ്ഡശയായി വന്നത് രാജലക്ഷ്മി അമ്മ വായിക്കാനിടയായി. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഗുപ്തൻ നായർ സാറിനെ വിളിച്ച് എന്നെ അറിയുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് മീനാക്ഷി അമ്മ എന്ന് പറയുന്ന ഒരു ലെക്ചറർ ഉണ്ടായിരുന്നു. അവർ ചങ്ങമ്പുഴയുടെ രമണൻ ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഈടത്തിൽ വായിക്കുമായിരുന്നു. രാജലക്ഷ്മി അമ്മയ്ക്കൊരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു, പാൽക്കുളങ്ങര സരസ്വതി. ഒരു ദിവസം കോളേജ് ഗ്രൗണ്ടിലൂടെ നടക്കുമ്പോൾ പാൽക്കുളങ്ങര സരസ്വതി ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ പോകുന്ന സുമുഖനാണ് ചങ്ങമ്പുഴ എന്ന്. ആ ഇടയ്ക്ക് അപ്പോൾ അവൾ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് 17 വയസ്സേ ഉള്ളൂ. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് BAക്ക് ചേരുന്ന അവസരമാണ്. ആ സമയത്ത് VJT ഹാളിൽ വെച്ച് ഒരു കോളേജ് ഡേ നടന്നു. അതിൽ താമരയിലയിൽ പ്രേമലേഖനം എഴുതുന്ന ശകുന്തളയുടെ ഭാഗം ടാബ്ലോ ആയിട്ട് രാജലക്ഷ്മി അമ്മയ്ക്ക് അഭിനയിക്കേണ്ടി വന്നു. അതിനുടുത്തൊരുങ്ങി ഇറങ്ങി വന്നപ്പോൾ TN ഗോപിനാഥൻ നായർ എന്തോ ഒരു കാര്യം ചങ്ങമ്പുഴയോട് പറയുന്നത് കേട്ടു. പിറ്റേന്ന് ചങ്ങമ്പുഴയെ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഇടവഴിയിൽ വെച്ച് രാജലക്ഷ്മി അമ്മ കണ്ടു. കയ്യാല കൊണ്ടുണ്ടാക്കിയ ഒരു മതിലാണ്. അതിനുള്ളിലായിട്ട് വീട് സ്ഥിതി ചെയ്തു. വീടിൻ്റെ മുന്നിലായിട്ടൊരു ഉദ്യാനം ഉണ്ടായിരുന്നു. അതോട് ചേർന്നൊരു കിണറും. എന്നും കോളേജ് വിട്ടു വന്നാൽ രാജലക്ഷ്മി അമ്മ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കയറി ഉദ്യാനം നനയ്ക്കുമായിരുന്നു. അപ്പം പിറ്റേ ദിവസം കവി വന്നു, അവിടെ നിന്നു, കുറേയേറെ നേരം രാജലക്ഷ്മി അമ്മയെ നോക്കി നിന്നു, തിരിച്ചു പോവുകയും ചെയ്തു. രാജലക്ഷ്മി അമ്മയ്ക്ക് മിണ്ടാൻ പേടിയാണ്. കാരണം അന്നത്തെ ടൗൺ മജിസ്ട്രേറ്റ് കയ്യാലം കുഞ്ഞമ്പിള്ളയുടെ മകളായിരുന്നു രാജലക്ഷ്മി അമ്മ. അമ്മയാണെങ്കിൽ ഭാർഗവി
എന്ന് പറയുന്ന ഒരു വലിയ തറവാട്ടിലെ അംഗമായിരുന്നു. ഇവരെ ഏക മകൾ. എന്നും 2 പോലീസുകാർ വീട്ടിൽ കാവലുണ്ട്. ഇങ്ങനെയുള്ള അവസരത്തിൽ ആ കാലവുമായിരുന്നു, ഒരു യുവാവിനോട് കോളേജിൽ വെച്ചോ വഴിയിൽ വെച്ചോ സംസാരിക്കുന്നത് കണ്ടാൽ അതോടെ പഠിത്തം നിലച്ചു. അതുകൊണ്ട് സംസാരിക്കാൻ രാജലക്ഷ്മി അമ്മ മുതിർന്നേയില്ല. പക്ഷേ എന്നും ചങ്ങമ്പുഴ ആ ഇടവഴിയിൽ കൂടെ വരികയും അവിടെ കുറേ നേരം നിന്ന് രാജലക്ഷ്മി അമ്മയെ നോക്കിയിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. ഒരു ദിവസം ഒരു പേപ്പർ ചുരുട്ടി കയ്യാലയ്ക്കപ്പുറത്തേക്ക് ചങ്ങമ്പുഴ എറിഞ്ഞു കൊടുത്തു. അതെടുത്ത് നോക്കിയപ്പോൾ 16 വരിയുള്ള ഒരു കവിതയായിരുന്നു. അത് രാജലക്ഷ്മിയെക്കുറിച്ച് തന്നെയായിരുന്നു ആ കവിത. ഉദ്യാനലക്ഷ്മി എന്നായിരുന്നു കവിതയുടെ പേര്. പോവുകയും ചെയ്തു. പിന്നീട് ഏപ്രിൽ BA കഴിഞ്ഞത് ഏപ്രിൽ 11-ാം തീയതിയാണ്. ഏപ്രിൽ 17-ാം തീയതി വിവാഹിതയുമായി. വിവാഹം കഴിച്ചത് ഇംഗ്ലണ്ടിൽ നിന്നും MSc പാസ്സായ കണ്ണമ്മൂല നീലകണ്ഠൻ നായരായിരുന്നു. അദ്ദേഹത്തിന് ടാറ്റ കമ്പനിയിൽ ഉയർന്ന ഉദ്യോഗമായിരുന്നു. അവർ വിവാഹം കഴിഞ്ഞ് ജാംഷഡ്പൂരിലേക്ക് പോയി. 2 പെൺമക്കളുണ്ടായി. 10 വർഷം മുമ്പ് 2005-ലാണ് ഇത് എഴുതിയത്. അതിന് 10 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. 2 പെൺമക്കളുണ്ട്. വല്ലപ്പോഴും സരസ്വതി അമ്മയുടെ കത്ത് കിട്ടുമ്പോഴോ നാട്ടിൽ വരുമ്പോഴോ ആണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേൾക്കാനിടയാകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് കേൾക്കാനിടയായി ഇവരുടെ വിവാഹം കഴിഞ്ഞ് ചങ്ങമ്പുഴ പട്ടാളത്തിൽ ചേർന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞു. വീണ്ടും തിരുവനന്തപുരത്ത് വന്ന് ഗവൺമെൻറ് കോളേജിൽ ഓണേഴ്സിന് ചേർന്നു എന്ന്. ഇത്രയൊക്കെ കാര്യങ്ങളെ രാജലക്ഷ്മി അമ്മയ്ക്ക് ചങ്ങമ്പുഴയെക്കുറിച്ച് അറിയത്തുള്ളൂ. പക്ഷേ ആ ഓർമ്മകൾ ഇന്നും ദീപ്തമായി അവരുടെ മനസ്സിൽ നിൽക്കുന്നു. കാരണം മധുരിക്കുന്ന ഓർമ്മകളാണ്. അവർ പ്രേമിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, കത്തെഴുതിയിട്ടില്ല. എങ്കിലും ചങ്ങമ്പുഴ അവരെ ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പാൽക്കുളങ്ങര സരസ്വതി എന്ന കൂട്ടുകാരി പറഞ്ഞ് ഇവർക്കറിയാം. പക്ഷെ ആ കാലമല്ലേ, അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോകാനൊന്നും സാധ്യമല്ലായിരുന്നു. പേടിയുമായിരുന്നു. അങ്ങനെ അവരുടെ 88-ാമത്തെ വയസ്സിൽ അവർ ഈ കാര്യം തുറന്നു പറഞ്ഞു. ചങ്ങമ്പുഴ എന്നെ സ്നേഹിച്ചിരുന്നു, ഉദ്യാനലക്ഷ്മി എന്ന കവിത എന്നെപ്പറ്റിയായിരുന്നു എഴുതിയിരുന്നെന്നു. എത്ര മധുരതരമായ ഓർമ്മ. അപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത ആ കവി ഇപ്പോഴും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആ ഇടവഴിയിൽ എന്നെ നോക്കി നിൽക്കാറുണ്ടായിരിക്കുമല്ലോ എന്ന് ആത്മകഥം പറയുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ആ ദീപ്തമായ ഓർമ്മകൾ ഇപ്പോഴും തങ്ങി നിൽക്കുന്നു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ചില ഓർമ്മകൾ അങ്ങനെയാണ്. എത്ര നമുക്ക് പ്രായം ചെന്നാലും നമ്മളത് മറക്കുന്നില്ല. അതിന്നും ദീപ്തമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കും. നന്ദി, നമസ്കാരം.